ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജു ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് നിന്നപ്പോഴേക്കും താഴെ നിന്നും കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന രാധികയും വരുണും വഴിമുടക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഗോവിന്ദിനെ വിളിച്ച ആ ഒരു ഹാപ്പിനെസ് മൂഡോടെ കൂടി തന്നെയാണ് രഞ്ജു ഇറങ്ങാൻ നിൽക്കുന്നത്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഞാനൊരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ വഴിമുടക്കികളായി വന്ന് നിൽക്കല്ലേ. അപ്പം രാധിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കുറച്ച് ദിവസമായല്ലോ നീ ഇവിടെ ഒരു സർവാധികാരിയുടെ റോൾ ഏറ്റെടുത്തിട്ട്, ഇത് അവസാനിപ്പിച്ച് എപ്പോൾ തിരിച്ചു പോവും? അപ്പം രഞ്ജു ഇങ്ങനെ അവരെ നോക്കി ആസ്വദിക്കും പോലെ നിൽക്കുകയാണ്. അതിനുശേഷം രാധികയോട് ചോദിക്കുന്നുണ്ട്, ഞാനങ്ങനെ പോവാൻ വന്നതാണെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞോ? അപ്പം വരുണ് ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടൻ പറഞ്ഞാലേ നീ പോവൂ? അപ്പം രഞ്ജു ദേഷ്യത്തോടെ പറയാണ്, പെണ്ണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറാതെ മിണ്ടാതെ നിൽക്ക്. വരുണിന് ദേഷ്യം കയറുകയാണ്. അപ്പം രാധിക അതേ ദേഷ്യത്തോടെ തന്നെയാണ് ചോദിക്കുന്നത്, ഏത് രീതിയിലാ നീ കണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്? അപ്പം രഞ്ജു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ആര് പറഞ്ഞു? എങ്കിൽ പിന്നെ ഈ ചോദ്യം ആൻറ്റിക്ക് ഗോവിന്ദേട്ടനോട് തന്നെ ചോദിച്ചൂടായിരുന്നോ? എങ്കിൽ മറുപടി കിട്ടിയാനല്ലോ. അപ്പം വരുണ് വീണ്ടും പറയാണ്, അത് പറയാൻ നിനക്കെന്ത് ഇത്ര മടി? അപ്പം രഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ട്, ദേ വീണ്ടും. അപ്പം രാധിക ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഫ്രണ്ട്ഷിപ്പ്. അപ്പം രാധിക ചോദിക്കുന്നുണ്ട്, വെറുമൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണോ നീ ഇവിടെ വന്ന് ഗോവിന്ദിൻ്റെ മേൽ ഇത്രയും സ്വാതന്ത്ര്യം കാണിക്കുന്നത്? അപ്പം രഞ്ജു പുഞ്ചിരിച്ചുകൊണ്ട് പറയും, അതെ, ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ വേറെ ആരോടും പറയണ്ടെന്നാ ഗോവിന്ദേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാധികയും വരുണും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ രഞ്ജു ചിരിച്ചുകൊണ്ട് പറയും, ഞാനത് അനുസരിച്ചില്ലെങ്കിൽ ഗോവിന്ദേട്ടൻ പിണങ്ങും. എന്നാൽ ഞാൻ അങ്ങോട്ട് എന്നിട്ട് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും രാധിക കൈ കടന്നു പിടിക്കുകയാണ്. അപ്പോൾ രഞ്ജു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്, വിടാൻ വേണ്ടിയിട്ടുള്ള അർത്ഥത്തിൽ. പക്ഷേ രാധിക സർവ്വദേഷ്യത്തോടെയാണ് കൈ പിടിച്ച് വെച്ചിട്ട് പറയുന്നത്, ആ റിലേഷൻ എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് പോകാൻ സമ്മതിക്കില്ല. രഞ്ജു ദേഷ്യത്തോടു കൂടി അവരുടെ കയ്യിൽ നിന്നും കൈ വിടുവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രാധിക കൈ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വരുണും പറയുന്നുണ്ട്, അഥവാ നീ ഇവിടുന്ന് പോയാ പിന്നീട് നീ ഇവിടെ കാല് കുത്താൻ പാടില്ല. അപ്പോഴേക്കും രഞ്ജു കൈ പിടിവിച്ചിട്ട് നേരെ വരുണിനെ തള്ളുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നീ ഇവിടുത്തെ ആരാ? ഡീ എന്ന് പറഞ്ഞ് വരുണ് വരാൻ ശ്രമിക്കുമ്പോഴേക്കും രഞ്ജു വീണ്ടും പറയുന്നുണ്ട്, ഗോവിന്ദേട്ടനിൽ അവകാശമുള്ള അയാളുടെ ഭാര്യ ഗീതു ഇവിടെ വന്നിട്ട് ഇതിനേക്കാളും വലിയ വെല്ലുവിളി നടത്തിയിട്ടും ഞാൻ പതറിയിട്ടില്ല. പിന്നെയാണോ ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നീ എൻ്റെ നേർക്ക് വന്നാൽ? അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ കുടുംബത്തിലുള്ളവരുടെ സകല ഡീറ്റെയിൽസും ഇവിടെയുള്ളവരുടെ ജാതകം വരെ പഠിച്ചിട്ടാണ് നീ ഇവിടെ വന്നിരിക്കുന്നതല്ലേ? അപ്പോൾ രാധികയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് രഞ്ജു പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാം, പക്ഷേ അതെനിക്ക് ആവശ്യമുള്ളതല്ല, എൻ്റെ ലക്ഷ്യവും അതല്ല. അപ്പോൾ രാധിക പറയാണ്, നിൻ്റെ ലക്ഷ്യം കണ്ണനാണെന്ന് എനിക്കറിയാം, അവനെ സ്വന്തമാക്കാനാണോ നിൻ്റെ ഈ വരവ്? അപ്പോൾ രഞ്ജു പറയാ, അതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഗോവിന്ദേട്ടനോട് ചോദിക്ക്, ഞാൻ വിളിച്ചു തരാം. എന്നിട്ട് രഞ്ജു ഫോൺ എടുത്തിട്ട് ഗോവിന്ദിൻ്റെ നമ്പർ പ്രസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വരുണിനെ പേടിയോടുകൂടി രാധിക നോക്കുകയാണ്. അപ്പോൾ വരുണ് പറയുന്നുണ്ട്, പിടിച്ച് വാങ്ങമ്മേ. അപ്പോഴേക്കും രാധിക ആ ഫോൺ തട്ടിയെടുക്കുകയാണ്. എൻ്റെ ഫോൺ തരാൻ രഞ്ജു വാശി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നീ ഇനി ആരെയും വിളിക്കണ്ട. അപ്പോഴേക്കും വരുണ് കയറിയിട്ട് രഞ്ജുവിൻ്റെ കൈ പിടിച്ചു വെക്കുകയാണ്. വീട് തന്നെ വീട് എന്നൊക്കെ പറഞ്ഞ് രഞ്ജു ഒരുപാട് കുതറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വരുണ് പിടിവിടുന്നില്ല. അങ്ങനെ രഞ്ജുവിനെ വലിച്ചു കൂട്ടിക്കൊണ്ട് പോയിട്ട് രണ്ടുപേരും കൂടെ രഞ്ജുവിൻ്റെ മുറിയിലേക്ക് അവളെ പിടിച്ച് തള്ളുകയാണ്. രഞ്ജു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വരുണ് വാതിൽ വലിച്ചടക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും രഞ്ജു പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് വാതിലടക്കരുത്, വാതിൽ തുറക്കാൻ എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും അവർ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. രഞ്ജു ശക്തിയായിട്ട് മുട്ടുകയാണ്, വാതിൽ തുറക്ക് പ്ലീസ്, വാതിൽ തുറക്ക്. അപ്പോഴേക്കും വരുണ് കയ്യിലുണ്ടായിരുന്ന കീ ഇങ്ങനെ എടുത്ത് സന്തോഷത്തോടു കൂടി അമ്മയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ രാധിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വൈകുന്നേരം വരെ ഇവിടെ കിടക്കട്ടെ, അപ്പോഴേക്കും ശൗര്യം തീരും. എന്നിട്ടൊരു വിരട്ടി സ്ഥലം വിടാൻ പറഞ്ഞാൽ പൊയ്ക്കോളും, പിന്നെ ഈ വഴിക്ക് വരില്ല. അപ്പോൾ വരുണ് സന്തോഷത്തോടെ പറയാണ്, നമ്മൾ എന്ത് ചെയ്യാനും മടിക്കില്ലെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി കാണും. രാധികയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് സൈലൻ്റ് ആക്കി മാറ്റി വെച്ചേക്ക്. രഞ്ജുവിൻ്റെ ഫോൺ കയ്യിലുണ്ടായിരുന്ന ഫോൺ വരുണിന് നേരെ കൊടുക്കുകയാണ്. അപ്പോൾ വരുൺ അത് വാങ്ങിക്കുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട്, ആ റൂമിലേക്കുള്ള പവർ സപ്ലൈയും ഓഫാക്കി വെച്ചേക്ക്. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ഇല്ലാതെ അവൾ ശരിക്കും പേടിച്ചോട്ടെ. ഒക്കെ സമ്മതിച്ചുകൊണ്ട് വരുൺ അവിടെ തന്നെ നിൽക്കുകയാണ്. അതേസമയം രഞ്ജു ഇങ്ങനെ വാതിലിന് മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, വാതിൽ തുറക്കാൻ ഒക്കെ കേട്ടുകൊണ്ട് പുറത്ത് തന്നെ വരുണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ രഞ്ജു ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഹെൽപ്പ്, വാതിൽ തുറക്ക് പ്ലീസ്. അപ്പോഴേക്കും തന്നെ ഏകദേശം രഞ്ജുവിന് ശ്വാസതടസ്സവും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വീണ്ടും രഞ്ജു ഒരുപാട് തവണ വാതിലിന് മുട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, സർവ്വശക്തി എടുത്ത് ഒരുപാട് തവണ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വരുണ് നേരെ പോയത് ആ റൂമിലേക്കുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൂടെ ആയപ്പോഴേക്കും രഞ്ജു ഏകദേശം അബ്നോർമൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. രഞ്ജുവിന് ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ബ്ലഡൊക്കെ വരാൻ വേണ്ടി തുടങ്ങി. വീണ്ടും തന്നെ കൊണ്ടാവുന്നത് പോലെയൊക്കെ രഞ്ജു നിലവിളിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ്, ആരെങ്കിലും ഒന്ന് തുറക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവസാനം രഞ്ജുവിന് സ്വയം
എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ ചുവര് ചാരി അവിടെ ഇരുന്ന് വീണ്ടും പറ്റുന്നത് പോലെയൊക്കെ വാതിലിന് തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ശക്തി നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. തലച്ചോറൊക്കെ പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു ഫീലിലേക്കാണ് രഞ്ജു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബോധം നശിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. അതേസമയം ആ റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ട് ഗീതവും രേഖയും കൂടെ നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രേഖ പറയുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും അറിയണമെങ്കിൽ വിജയലക്ഷ്മി മാം വായ തുറന്നേ പറ്റൂ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ഈശ്വരൻ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം എൻ്റെ മുന്നിലേക്ക് ഇട്ട് തരികയായിരുന്നു. അപ്പോൾ അവരെ ആ റൂമിനടുത്ത് എത്താറാവുമ്പോഴേക്കും രഞ്ജു ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഉള്ളിൽ നിന്ന്. ആരെങ്കിലും ഒന്ന് തുറക്ക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ കൈയൊക്കെ വെച്ചിട്ട് രഞ്ജു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശബ്ദം നേർത്ത് വരികയാണ്. അപ്പോൾ ഗീതു കൊണ്ട് പറയുന്നു, അതുപോലെ ഈ രഹസ്യവും ഇതാക്കാൻ വേണ്ടി വഴി എന്തെങ്കിലും ദൈവം തുറന്നു തരും. അപ്പോൾ രേഖ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ആ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ. അതിൽ തുറക്ക് എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ശബ്ദം കേൾക്കുന്ന പോലെ. അപ്പോൾ രേഖ ഇങ്ങനെ ചെവിയോർക്കാണ്. എന്നിട്ട് കൈ കൊണ്ട് തട്ടിയിട്ടുണ്ടായിരുന്ന ആ ശബ്ദം കേട്ടപ്പോൾ രേഖ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, ആരോ വാതിലിന് തട്ടുന്നത് പോലെ തോന്നിയോ? അതേസമയം കൺട്രോൾ നഷ്ടപ്പെട്ട് മൂക്കുന്നൊക്കെ ബ്ലഡ് ഇങ്ങനെ വന്ന് മൊത്തമായിട്ട് ബോധം നശിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു രഞ്ജുവിന്. ശബ്ദം ഇങ്ങനെ ഇല്ലാതായി വരുന്നുണ്ട്. മൂക്കിൽ നിന്നുള്ള ആ ബ്ലഡ് കൂടെ കണ്ടപ്പോൾ രഞ്ജുവിന് കൺട്രോൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് ബോധം പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഗീതു ഇങ്ങനെ ചെവിയോർത്ത് നിൽക്കുന്നുണ്ട് ആ റൂമിൻ്റെ പുറത്ത്. എന്തെങ്കിലും ശബ്ദം അകത്തു നിന്ന് കേട്ട പോലെ തോന്നിയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ശേഷം ലോക്ക് നോക്കുന്ന സമയത്ത് ലോക്ക് ചെയ്തിട്ടാണുള്ളത് വാതിലെന്ന് മനസ്സിലായി. ഗീതുവും രേഖ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നുണ്ടായിരുന്നു ആ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് ലോക്കാന്നുള്ളത് രണ്ടുപേർക്കും പിന്നെ മനസ്സിലായി. അപ്പോഴേക്കും മുറിക്കകത്ത് രഞ്ജു ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു. അതേസമയം ഇതൊന്നും അറിയാതെ ഗീതു രേഖയോട് പറയുന്നുണ്ട്, ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവളാണ് രഞ്ജു, അതുകൊണ്ടായിരിക്കും റൂം ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോയത്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ അവളുടെ രഹസ്യങ്ങളുടെ പൂട്ട് തുറക്കും. അത് കേട്ടപ്പോൾ രേഖയ്ക്ക് ചിരി വരികയാണ്. എന്നിട്ട് രണ്ടുപേരും ആ മുറിയുടെ മുന്നിൽ നിന്ന് പോകുന്നുണ്ട്. അതേസമയം ആ മുറിയിൽ ബോധമില്ലാതെ രഞ്ജു കിടക്കുന്നുണ്ടായിരുന്നു. രാധികയുടെ അരികിലേക്ക് വന്നിട്ട് വരുണ് പറയുന്നുണ്ട്, അമ്മേ, രഞ്ജുവിനെ അടച്ചിട്ട മുറിയിൽ നിന്ന് ഇപ്പോൾ തട്ടലും മുട്ടലൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ രാധിക വരുണിനെ നോക്കിക്കൊണ്ട് എഴുന്നേൽക്കുകയാണ്. വാതിലൊന്ന് തുറന്നു നോക്കണോ? ഈ രോഗമുള്ളവർ പേടിച്ച് വിറച്ച് അറ്റാക്ക് വന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാധിക പറയാണ്, ഏതായാലും മരിക്കില്ല, ഭയന്ന് ബോധം കെട്ട് കാണും. കുറച്ച് ദിവസം അവൾ നമ്മളെ വട്ടം ചുറ്റിച്ചതല്ലേ, അടച്ചിട്ട മുറിയിൽ അവൾ സുഖമായി ബോധം കെട്ട് ഉറങ്ങട്ടെ. അപ്പോൾ വരുണ് ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ വൈകുന്നേരമായിട്ട് അവൾ എഴുന്നേറ്റില്ലെങ്കിൽ? അപ്പോൾ രാധിക പറയുന്നുണ്ട്, എഴുന്നേൽപ്പിക്കാൻ എനിക്കറിയാം, അത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അവൾ സ്ഥലം വിടും. അപ്പോൾ വരുണ് സൈലൻ്റാക്കി മാറ്റി വെച്ചിരിക്കുന്ന അവളുടെ മൊബൈലിലോട്ട് ഗോവിന്ദേട്ടൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ രാധികയും പറയാണ്, ഇപ്പം മനസ്സിലായില്ലേ കണ്ണന് രഞ്ജുവിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കും താല്പര്യമുണ്ടെന്ന്. വരുണും പറയുന്നുണ്ട്, ഇത്രയും കാര്യമായിട്ട് ഗീതുവിനെ പോലും ഗോവിന്ദേട്ടൻ വിളിച്ചു കാണില്ല. അപ്പോൾ രാധിക പറയാ, ഗീതുവും രഞ്ജുവും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാതെ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ രണ്ട് പെണ്ണുങ്ങൾ. ആ രണ്ട് ശല്യങ്ങളും ഇന്ന് കൊണ്ട് ഒഴിവാവണം. കണ്ണൻ്റെ കുടുംബം ഇതാണ്. അവൻ്റെ ബന്ധവും സ്വന്തവും ഒക്കെ നമ്മൾ മാത്രമായിരിക്കണം. കണ്ണന് മാത്രമായി ഒരു കുടുംബം വേണ്ട. അത് എൻ്റെ തീരുമാനമാണ്. ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് നടന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നു വിലാസിനി. ആരുമില്ല കൂടെ. ഭദ്രേട്ടൻ പോലും വന്നിട്ടില്ല. ഗീതുവിനെയാണെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗീതു കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. വീണ്ടും വിചാരിക്കാണ്ട്, ഇവളെന്താ വിളിച്ചിട്ട് എടുക്കാത്തത്? ഇപ്പം പിടിച്ചു വാങ്ങിയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല എന്നൊക്കെ പിറുവിറുത്തോണ്ടാണ് ഗീതുവിനെ വിളിക്കുന്നത്. എൻ്റെ പൊന്നു മോളെ, നീ ഒന്ന് ഫോൺ എടുക്കടി എന്നൊക്കെ പറയുന്നുണ്ട്. ഗീതുവിൻ്റെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. ഗീതുവാണെങ്കിൽ മൈൻഡ് വെക്കുന്നില്ല. അത് കണ്ടിട്ട് രേഖ പറയുന്നുണ്ട്, അമ്മ എത്ര നേരമായിട്ട് വിളിക്കുന്നു, കോൾ എടുക്ക് ഗീതു. കാശ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ രേഖ പറയാണ്, അത്യാവശ്യം കാണും, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്ക്. രേഖ ഫോൺ എടുത്തിട്ട് ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്താ അമ്മേ? ഗീതു ഫോൺ എടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഹോ, എൻ്റെ പൊന്നുമോളുടെ ശബ്ദം ഒന്ന് കേട്ടല്ലോ, അമ്മയ്ക്ക് പാതി സമാധാനമായി. അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ബാക്കി സമാധാനത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? മോളെ, അമ്മയെ കണ്ണ് ഡോക്ടർ കണ്ടു. അങ്ങേര് കണ്ണിൻ്റെ ഒരുപാട് ടെസ്റ്റിന് എഴുതിയിട്ടുണ്ട്. ആ പരിശോധനയ്ക്കെല്ലാം കൂടി 50,000 രൂപയാവും. ഗീതു ഒട്ടും താല്പര്യമില്ലാത്ത മട്ടാണ് കേൾക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, അമ്മ ഇന്നലെ മുതലേ 50,000 രൂപ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതാ. 50,000 രൂപ പോയിട്ട് 1000 രൂപ പോലും ടെസ്റ്റിന് വേണ്ടാന്ന് എനിക്കറിയാം. അയ്യോ അല്ല മോളെ, കാശ് പിടുങ്ങാനായിട്ട് ഓരോരോ ഐറ്റമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. എൻ്റെ പൊന്നുമോളെ, തലക്കകത്ത് ഒരുപാട് ടെസ്റ്റ് വേണം, എങ്കിലേ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന്. അതിനാ ഈ കാശ്. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല അമ്മേ. ഒരു കാര്യം ചെയ്, ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷൻ എനിക്ക് അയച്ചതാ. ഞാനത് നോക്കിയിട്ട് ഒരു 2,000 രൂപയും കൂടി മുടക്കി, അല്ലേ വേണ്ട, ഒരു 5,000 രൂപയുടെ കണ്ണാടി മേടിച്ചു തരാം. അപ്പോൾ വിലാസിന് പറയുന്നുണ്ട്, കണ്ണാടിക്കല്ല മോളെ, ടെസ്റ്റിന് 50,000 രൂപയാവുമെന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയും ചേർന്നുള്ള ഈ തട്ടിപ്പ് പരിപാടിക്ക് അതിൽ കൂടുതൽ 1 രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ വിലാസിന് സങ്കടത്തോടെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, ഡോക്ടറെ കാണാൻ വേണ്ടി അമ്മ ഒറ്റയ്ക്കാണ് വന്നത്.
ആ മനുഷ്യൻ തിരിഞ്ഞു പോലും നോക്കിയില്ല, അറിയോ? അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ അടുത്തായിട്ടാണോ? അച്ഛൻ അറിയാതെ അമ്മ ഒരു ഉടായ്പ പരിപാടി നടത്തില്ലെന്ന് എനിക്കറിയില്ലേ. അമ്മ ഫോൺ വെച്ചിട്ട് പോയേ. ഗീതു കോള് കട്ട് ചെയ്തപ്പോഴേക്കും വിലാസിനി ഇപ്പുറത്തുനിന്ന് പറയുന്നുണ്ട്, അയ്യോ മോളെ അയ്യോ അവൾ കോള് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. എടി നശിച്ചവളെ, എൻ്റെ വയറ്റിൽ വന്ന് പിറന്നതാന്ന് പറയോ? അമ്മക്ക് 50,000 രൂപ തരാത്ത നീ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്നൊക്കെ പെറുവിറുത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് വിലാസിനി. അതേസമയം രേഖ ചോദിക്കുന്നുണ്ട്, ഇനി ഡോക്ടർ പറഞ്ഞതായിരിക്കും ആ ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ്, ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ മുടക്കാത്ത അമ്മയാണ് 50,000 ടെസ്റ്റ് നടത്തുന്നത്. ഇതൊക്കെ വെറുതെയാ രേഖച്ചി. അപ്പോൾ രേഖ പറയുന്നുണ്ട്, തലവേദന എന്ന് പറഞ്ഞല്ലോ, ക്യാഷിൻ്റെ കാര്യം നോക്കണ്ട ഗീതു, ടെസ്റ്റൊക്കെ നടത്തി കൊടുത്തേക്ക്. അപ്പോൾ ഗീതു പറയാണ്, അമ്മയ്ക്കും അച്ഛനും ഇപ്പം നടത്തേണ്ടത് ടെസ്റ്റല്ല, പണത്തിനോടുള്ള അത്യാർത്തി കുറക്കാനുള്ള ഓരോ ഡോസ് മെഡിസിൻ. അവരിങ്ങനെ ഇത്തിൽ കണ്ണികളായി ജീവിച്ച് ശീലിച്ചു പോയി, ഇനി ശരിയാവില്ല. ഗോവിന്ദ് വീണ്ടും രഞ്ജുവിനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ രഞ്ജു കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോവിന്ദ് സ്വയം ചിന്തിക്കുകയാണ്, അരമണിക്കൂറിനകം ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞു. രഞ്ജു എന്താ വരാത്തേ? അയ്യോ, വരുന്ന വഴിക്കിനി തലചുറ്റലോ മറ്റോ ഉണ്ടായോ എന്തോ. എന്നിട്ട് ഗീതുവിനെ ഒന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. വേണ്ട, ഈ സമയത്ത് അവളെ വിളിച്ചു കഴിഞ്ഞാൽ, അതും രഞ്ജുവിനെ അന്വേഷിച്ച് വിളിച്ചതാണെങ്കിൽ അവൾ ഇല്ലേലും ചൂടാവും. അതിനുശേഷം ആരെ വിളിക്കുമെന്ന് അന്വേഷിച്ചപ്പോൾ തോന്നി, രേഖയെ വിളിക്കാം. എന്നിട്ട് രേഖയെ വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ ഫോൺ കണ്ടപ്പോൾ തന്നെ രേഖ വേഗം കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. രേഖയെ, രഞ്ജു ഇന്ന് ഓഫീസിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുന്ന് പോകുന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അപ്പം രേഖ പറയുന്നുണ്ട്, ഇവിടുന്ന് പോയി കാണും ഗോവിന്ദേട്ടാ. കുറച്ചു മുമ്പ് ഞാൻ പോയി നോക്കിയപ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കുക. ഏതായാലും ആളിവിടെ ഇല്ല, ഇവിടുന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ വിടണോ? ഏയ് വേണ്ട, ഉടനെ വരുമായിരിക്കും. ഗോവിന്ദ് കോള് കട്ട് ചെയ്യാണ്. രേഖ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് കോള് കട്ടായതിന് ശേഷം. അതേസമയം ഗോവിന്ദ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് രഞ്ജുവിനെ അന്വേഷിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ഡോറ് തുറന്നുകൊണ്ട് അവർണിക അകത്തേക്ക് കയറുകയാണ്. അപ്പം അവർണിക പറയുന്നുണ്ട്, സാർ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അപ്പം ഗോവിന്ദ് പെട്ടെന്ന് തന്നെ പറയാണ്, ഐ ആം ഇൻ എ ഹറി, ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോൾ അവർണിക കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് അതിലും അത്യാവശ്യമാണ് സാർ, സാർ കൈവിട്ട എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ഗോവിന്ദ് അത്ഭുതപ്പെട്ടു പോവാണ്. അപ്പോൾ അവർണിക ചോദിക്കുന്നുണ്ട്, എന്നെ കേൾക്കില്ലേ? ഓക്കെ, അവർണിക കാര്യം പറ. അപ്പോൾ അവർണിക പറയാണ്, സാറിനോട് ഇതൊക്കെ പറയുന്നതിൽ എനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം ഗോവിന്ദിൻ്റെ മുഖത്ത് നോക്കി അവർണിക പറയാണ്, സാറ് ഗീതാഞ്ജലിയെ നിയന്ത്രിക്കണം, എൻ്റെ കിച്ചുവിനെ എനിക്ക് വേണം. അപ്പോൾ ഗോവിന്ദ് കുറച്ചൊരു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അവർണിക എന്താ പറഞ്ഞു വരുന്നത്? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ സാറിനോട് പറയുക? സാറിൻ്റെ വൈഫ് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം ദേഷ്യത്തോടെ തന്നെയാണ് ഗോവിന്ദ് പറയുന്നത്, വിഡ്ഢിത്തം പറയല്ലേ, അവർണികയുടെ അടുത്ത ഫ്രണ്ടല്ലേ ഗീതു, അവളെക്കുറിച്ച് താൻ ഇങ്ങനെയൊക്കെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ കരഞ്ഞുകൊണ്ട് അവർണിക പറയാണ്, ഗീതാഞ്ജലി ഫ്രണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ അല്ല സാർ, ഗീതാഞ്ജലി എൻ്റെ ഫ്രണ്ടല്ല, അവൾക്ക് വേണ്ടത് കിച്ചുവിനെയാ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അതൊരു മറയാ. ഗോവിന്ദ് പറയാണ്, ഞാനിത് വിശ്വസിക്കില്ല. സോറി അവർണിക, എനിക്കിത് വിശ്വസിക്കാനാവില്ല. ഗീതവും കിഷോറും തമ്മിലുള്ളത് ഈ ഓഫീസിലെ ഒരു സ്റ്റാഫും ഒരു ജീവനക്കാരനും അതുപോലെ തന്നെ ഒരു മാനേജറും തമ്മിലുള്ള ഒരു ബന്ധം മാത്രമാണ്. അപ്പോൾ അവർണിക പൊട്ടിത്തെറിക്കുന്നുണ്ട്, അല്ല, രാത്രി 12 മണി കഴിഞ്ഞാൽ ഏതെങ്കിലും ബോസ് ജീവനക്കാരന് മെസ്സേജ് അയക്കുമോ? ഗോവിന്ദ് അത്ഭുതപ്പെടുകയാണ്. ഏതെങ്കിലും ബോസിൻ്റെ ബോഡി സ്പ്രേയുടെ മണം ജീവനക്കാരൻ്റെ ഷർട്ടിൽ വരുമോ? ഗോവിന്ദ് ഇങ്ങനെ കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അവർണിക എണ്ണി ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ബോസിൻ്റെ പൊട്ട് ജീവനക്കാരൻ്റെ ഷർട്ടിൽ വരുമോ? ഗോവിന്ദിന് ശരിക്ക് തൃപ്തിയില്ലായിരുന്നു അവർണിക പറയുന്ന ഒരു കാര്യത്തിലും. അപ്പോൾ അവർണിക കണ്ണീര് തുടച്ചുകൊണ്ട് പറയാണ്, കിച്ചുവിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഗീതാഞ്ജലി ഒരു പുതിയ സിം കാർഡ് എടുത്ത കാര്യം ഗോവിന്ദ് സാറിന് അറിയോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. അവർ ഒഫീഷ്യലായി സംസാരിക്കുന്നത് അതിലാ. സാറിന് ഞാൻ നമ്പർ തരാം, സാറൊന്ന് അന്വേഷിച്ച് നോക്ക്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് സംശയമുണ്ടെങ്കിൽ മാത്രം ഞാനിതൊക്കെ അന്വേഷിച്ചാൽ പോരെ? അപ്പോൾ അവർണിക ചോദിക്കുകയാണ്, അപ്പോൾ സാറിന് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ? ഇന്ന് രാവിലെ ഗീതു വിളിച്ചിട്ട് കിഷോർ വീട്ടിൽ നിന്ന് പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഗീതു ഓഫീസിലെത്തിയിട്ടില്ല. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലുണ്ട്. അത് അവർണികയ്ക്ക് ചെറുതായിട്ടൊരു ഷോക്കാവുകയാണ്. രാവിലെ അവൾ എവിടെയാണ് പോയതെന്നും എനിക്കറിയാം. അപ്പോൾ അവർണിക പറയാണ്, എങ്കിൽ അവളുടെ കൂടെ കിച്ചു ഉണ്ടായിരുന്നിരിക്കും. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അവർണിക, ഞാൻ തൽക്കാലം കുറച്ച് ടെൻഷനിലാണ്. അതൊന്ന് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ നിമിഷം എനിക്ക് പ്രധാനം. തൻ്റെ പ്രശ്നത്തിന് അതിനുശേഷം പരിഹാരം ഉണ്ടാക്കാം. അവർണിക കരഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ്, സർ. പക്ഷേ ഗോവിന്ദ് അത് മൈൻഡാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ അവർണിക ആ മുറിയിൽ തന്നെ നിന്നിട്ട് അതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് സങ്കടത്തോടു കൂടി കണ്ണീരൊഴുക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.